പക്ഷപാതം ഒരിക്കലും നല്ലതിനായി തീരുകയില്ല. യാക്കോബ് ശ്ലീഹ നമുക്ക് നൽകിയ ആഹ്വാനം നമുക്ക് ഓർമ്മയിൽ വെക്കാം. പക്ഷപാതം ചെയ്യുന്നവൻ പാപമാണ് ചെയ്യുന്നതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ നിന്ന് പിന്മാറാൻ കർത്താവിന്റെ ആഹ്വാനം വളരെ ശക്തമായിട്ട് നൽകുകയാണ്. സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയമുള്ളവരെ. 19-ാം സങ്കീർത്തനം, അവിടെ 12-ാം വാക്യത്തിന്റെ അവസാനവും 13-ാം വാക്യത്തിന്റെ ആരംഭവും ചേർത്ത് ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. പക്ഷപാതം പോലെയുള്ള തെറ്റുകളിൽ നിന്ന് നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ വചനം നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കൈകളിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഇപ്രകാരമാണ് തിരുവചനം പറയുന്നത്. വചനം നമുക്ക് ഏറ്റു പറയാം. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പക്ഷപാതത്തിന് നമ്മൾ അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പല പല സ്വഭാവങ്ങൾ കാണുമ്പോൾ, പല പല പ്രകൃതങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും പാർഷ്യാലിറ്റി തോന്നാം, പലരോടും സ്പെഷ്യൽ സ്നേഹം തോന്നാം. എന്നാൽ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ അപകടങ്ങളിലേക്ക് പോകുന്നത്. കർത്താവിന്റെ മുൻപിൽ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അറിയാതെ പറ്റുന്ന തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ, ബോധപൂർവം ചെയ്യുന്ന വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ.